ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈസ് സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോകണം. പക്ഷേ ഡോക്ടറെ വീട്ടിലല്ല, ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് OP കൺസൾട്ടേഷനാണ് ഇന്ന്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അശരീരി നിങ്ങൾക്ക് പിന്നാമ്പുറത്ത് കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് ഞാനും അല്ലൂട്ടനും കൂടെ കാര്യമായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. അല്ലൂസിൻ്റെ വിചാരം ഓനെയും കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നഗ്ന സത്യവും കുറച്ച് കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് മാത്രം. ചെസ് നമ്പർ 1നും 2നും ശേഷം 3 വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും എന്താ ബ്രഷ് ചെയ്യാണ്. ഓരോരുത്തർ ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ പിന്നാമ്പുറത്തൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനും വൈശാഖേട്ടനും അമ്മയും കൂടിയാണ് ഇന്ന് പോണത് കേട്ടോ. അമ്മമ്മയ്ക്ക് പിന്നെ വെപ്പുപല്ല അതിൻ്റെ അഹങ്കാരമാണെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പല്ലൊക്കെ തേക്കടേ, ഞാൻ വേറെ എന്തെങ്കിലും പണി നോക്കട്ടെ എന്ന് നോക്കാൻ കേട്ടോ. അമ്മ രാവിലെ തന്നെ അലക്കാനൊക്കെ ഉള്ളത് ഇട്ടിട്ട് വന്നിരിക്കുക. പക്ഷേ ഞാനിവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രോക്ക് നൈറ്റ് ഒക്കെ എടുത്തിട്ടൊരു ട്രയൽ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തുതരാം. ഇതാണ് അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പോച്ചർ. വളരെ ഈസി ആയിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാനും പോച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ്, മോമോസ്, ചിക്കനൊക്കെ സ്റ്റീം ചെയ്യാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. ഇതിൻ്റെ പാർട്സൊക്കെ നോക്കിയാലോ. ഇതിൻ്റെ ട്രാൻസ്പാരൻറ്റ് ലിഡാണ് കേട്ടോ. എഗ്ഗ് ബോയിൽ ആവുന്നതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. അതിൻ്റെ മുകൾ വശത്തായിട്ട് 2 സ്റ്റീം ഹോൾ കൊടുത്തിട്ടുണ്ട്. കവർ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതാണ് പോച്ചിങ് ട്രേ. അറ്റ് എ ടൈം നമുക്ക് 4 eggs ഒക്കെ ഇതിൽ പോച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് വന്നിട്ട് എഗ് ബോയിലിംഗ് ട്രേ. അറ്റ് എ ടൈം 8 eggs ഒക്കെ നമുക്കിതിൽ ബോയിൽ ചെയ്യാം. പിന്നീടുള്ള പോർഷനാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് വരുന്നത് കേട്ടോ. അതിൽ ഹീറ്റിംഗ് പ്ലേറ്റ് ആണ് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ കാണുന്നത്. അതിൽ തന്നെ പവർ കോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നതാണ് അതിൻ്റെ പവർ ബട്ടൺ. ഇതാണ് ഇതിൻ്റെ മെഷറിംഗ് കപ്പ്. അതിൽ നമുക്ക് വാട്ടർ ലെവൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്സിൽ എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റും. ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. ഹാർഡിൽ 85 ml വാട്ടർ വേണം. അതുപോലെ മീഡിയത്തിലാണെങ്കിൽ 55 ml, സോഫ്റ്റിലാണെങ്കിൽ 35 ml. ഇനി പോച്ച് ചെയ്യാനാണെങ്കിൽ 120 ml ആണ് വേണ്ടത്. മെഷറിംഗ് കപ്പിൻ്റെ ബോട്ടം പോർഷനിൽ പിയേഴ്സിംഗ് പിൻ കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ പിൻ സേഫ്റ്റി ക്യാപ്പും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ പവർ കോഡ് കൊണ്ടിട്ട് പ്ലഗ് ഇൻ ചെയ്യുക. ദെൻ മെഷറിംഗ് കപ്പിൽ നമുക്ക് ആവശ്യമുള്ള വാട്ടർ എടുക്കുക. ഞാനിവിടെ ഹാർഡായിട്ടാണ് ബോയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 85 ml വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ദെൻ ഈ വാട്ടർ നമ്മളെ മെയിൻ യൂണിറ്റിലെ ഹീറ്റിംഗ് പ്ലേറ്റിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിൽ എഗ് ബോയിലിംഗ് ട്രേ പ്ലേസ് ചെയ്യുക കേട്ടോ. ദെൻ നമ്മളതിൽ എഗ്ഗ് പ്ലേസ് ചെയ്യണം. ഞാൻ 4 eggs ആണ് എടുത്തിട്ടുള്ളത്. 8 eggs വരെ ഇതിൽ അറ്റ് എ ടൈം ചെയ്യാവുന്നതാണ്. നമ്മുടെ മെഷറിംഗ് കപ്പിൻ്റെ താഴെ വരുന്ന പിയേഴ്സിംഗ് പിന്നില്ലേ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ എഗ്ഗിൻ്റെ വൈഡർ പോർഷനിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബോയിൽ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ എഗ്ഗ് ക്രാക്ക് ആയി പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ട്രാൻസ്പാരൻറ്റ് ലിഡ് യൂസ് ചെയ്ത് ജസ്റ്റ് കവർ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുക, പവർ ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റ് അവിടെ കത്തും. ഇനി നമ്മളിതാവുന്നത് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യുമോ അല്ലെ ടൈം നോക്കി നിൽക്കുക ഒന്നും വേണ്ട. കംപ്ലീറ്റ് വാട്ടറും ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് ആവും. അതുപോലെ ബ്ലൂ ലൈറ്റും ടേൺ ഓഫ് ആവും കേട്ടോ. അപ്പോൾ എഗ്ഗ് ബോയിലായി നമുക്ക് മനസ്സിലാക്കാം. എഗ്ഗ് അവിടെ ബോയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് പോച്ച് ചെയ്യാനുള്ള സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ എഗ് പോച്ചിങ് ട്രേ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഓയിലോ അല്ലെ ബട്ടറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അറ്റ് എ ടൈം 4 എണ്ണമൊക്കെ ചെയ്യാം. ഞാൻ 2 എണ്ണേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നമ്മൾ പോച്ച് ചെയ്യാനുള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എഗ്ഗ് ബോയിലായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ ലൈഫ് തന്നെ ഓഫ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കവർ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ലിഡ് മാറ്റി വെക്കാം. ഇതാ എഗ്ഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് പോച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മെഷറിംഗ് കപ്പിൽ 120 ml വാട്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് മെയിൻ യൂണിറ്റിലേക്ക് പോർ ചെയ്യുക. ഇതിൻ്റെ ഹീറ്റിംഗ് പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും കൊണ്ട് വെക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എഗ് ബോയിലിംഗ് ട്രേ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പോച്ചിങ് ട്രേ വെക്കുന്നത്. അതിൻ്റെ മുകളിൽ ട്രാൻസ്പാരൻറ്റ് ലിഡ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുക. നമ്മുടെ പവർ ബട്ടണും കൂടെ ഓൺ ആക്കുക. നേരത്തെ ഉള്ള പോലെ തന്നെ ഓട്ടോ കട്ട് ഓഫ് ആവുന്നതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ലിഡ് മാറ്റി നോക്കി നമ്മുടെ പോച്ച്ഡ് എഗ്സ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എഗ്സ്. അപ്പോൾ നമുക്ക് വിശപ്പ് അധികം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഷുഗറിൻ്റെ അളവൊന്ന് കുറയ്ക്കാനും പറ്റും. ഇത് കണ്ടില്ലേ, എഗ്ഗ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഞാൻ ഹാർഡ് ബോയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്ലീനിങ്ങും വളരെ ഈസിയാണ്. മെയിൻ യൂണിറ്റ് ഒഴികെ ബാക്കിയെല്ലാം, അതായത് ട്രാൻസ്പാരൻറ്റ് ലിഡ്, പോച്ചിങ് ട്രേ, എഗ് ബോയിലിംഗ് ട്രേ, മെഷറിംഗ് ജാറ്, ഇതെല്ലാം നമുക്ക് സോഫ്റ്റ് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് സോപ്പി വാട്ടറിൽ തന്നെ വാഷ് ചെയ്തെടുക്കാം. മെയിൻ ബോഡിയും ഹീറ്റിംഗ് പ്ലേറ്റും നല്ല ക്ലോത്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇത് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ പാർട്സും തറോലി നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം സ്റ്റോർ ചെയ്യുക. എഗ്ഗ് ബോയിൽ ചെയ്യാനും പോച്ച് ചെയ്യാനും മാത്രമല്ല കേട്ടോ, നമുക്ക് വെജിറ്റബിൾസോ ചിക്കനോ മോമോസോ ഒക്കെ സ്റ്റീം ചെയ്യാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ ഇതിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ നന്നായിട്ട് തന്നെ അത് ഉടഞ്ഞു കിട്ടുന്നുണ്ട്, വളരെ കുറഞ്ഞ സമയത്ത് തന്നെ. 500 വാട്ട് പവറും 2 years വാറണ്ടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാനുള്ള പണികളൊക്കെ നോക്കാം.
ഞാൻ വേഗം റെഡി ആവുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. നേരത്തെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. പക്ഷേ നമ്മൾ OP ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുള്ളൂ എന്നുള്ളത് ഏകദേശ ധാരണയിലാണ്. കാരണം നമ്മളങ്ങനെയാണല്ലോ മല്ലിയ. ഇത്തവണ അല്ലൂനും തുമ്പീനെയും ഒന്നും കൂട്ടുന്നില്ല കേട്ടോ. പക്ഷേ അവർ അലമ്പായി തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങളും വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് അമ്മ ഞങ്ങളെ കൂടെ വരുന്നതുകൊണ്ടാണ് ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം. തുമ്പി ഞങ്ങളോട് പറയുകയാണേ, എന്നോടും ഏട്ടനോടും പോയിക്കോളാം, നിങ്ങൾ രണ്ടാളും പോയിക്കോ, റീനമ്മ അവിടെ നിന്നോട്ടെ എന്ന്. ഒക്കെ ഓളെ അമ്മമ്മ മതി ഇപ്പം, നമ്മളൊന്നും വേണ്ട എന്നുള്ള അവസ്ഥ അയക്കുന്നത്. പിന്നെ ഞാൻ ഫയലിലെല്ലാം ഇല്ലേ എന്നൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യാണ് കേട്ടോ. കാരണം അവിടെ ചെന്നിട്ട് പിന്നെ ചോദിക്കുമ്പം അട്ടം നോക്കണ്ടല്ലോ. പ്രസവത്തിൻ്റെ എണ്ണത്തിലൊന്നും കാര്യമില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ കാര്യം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു നോർമൽ ഡെലിവറിയും കഴിഞ്ഞു, ഒരു സിസേറിയനും കഴിഞ്ഞു, ഇതിനടുത്ത് ഡെലിവറിയാണ്. പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ട് പ്രസവിക്കാൻ പോകുന്നൊരു ഫീലാണ്. എല്ലാത്തിലും ഡൗട്ടാണ്, അയ്യോ അത് ചെയ്യണോ ഇത് ചെയ്യണോ. ഇങ്ങനെ ഞാൻ 2-3 വട്ടം അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല, തുമ്പീനെ ഞാൻ സിസേറിയനാണ് ചെയ്തത്. ആ സമയത്ത് ഇങ്ങനെ ഒരു ചെക്കപ്പ് നടന്നിട്ടുണ്ട്, അതിലെന്താ ചെയ്തിരുന്നത് അങ്ങനത്തെ യാതൊരുവിധ കാര്യം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പാണെങ്കിൽ എനിക്ക് തീരെ കുനിയാനും ഒന്നും പറ്റണില്ല, ഭയങ്കര പെയിനാണ്. ഇരുന്നോടത്തിരുന്ന് എണീക്കുമ്പോൾ തന്നെ ഭയങ്കര പെയിനാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അല്ലൂനെയും തുമ്പീനെയും ഒക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അമ്മ വേണം എനിക്ക് ചെരുപ്പിട്ട് തരാനും പാൻറ് ഇട്ട് തരാനും ഒക്കെ കേട്ടോ. അമ്മയോ അല്ലെ വൈശാട്ടനോ ഒക്കെയാണ് ചെയ്യാറ്. എനിക്ക് തീരെ എന്താ പറയുക, എൻ്റെ ഈ ഹിപ്പ് ജോയിൻ്റ് ഒക്കെ അല്ലേ, അതൊക്കെ എൻ്റെ കൺട്രോളിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചുമരിലൊക്കെ പിടിച്ച് പോവില്ലേ, അതുകൂട്ടാണ് ഞാൻ ബാത്റൂമിലേക്കൊക്കെ പോകണത് കിടക്കണോടത്ത് നിന്ന് എണീറ്റിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ അവസ്ഥ. അവിടെ പോയിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്, ലൈക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ്, അല്ലെ എത്ര ടൈം നിൽക്കണം, അങ്ങനത്തെ യാതൊരുവിധ ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കയ്യിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ചോദിക്കുന്നത് ഫ്രൂട്ട്സ് എടുക്കട്ടെ എന്നൊക്കെ. പക്ഷേ എനിക്കിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റാക്കി അങ്ങനെ കൊണ്ടുപോകുന്നൊരു ശീലമേ ഇല്ല കേട്ടോ. അവിടെ പിന്നെ ക്യാൻറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഞാനും റീനമ്മയും വൈശാഖേട്ടനും കൂടിയാണ് പോണത്. ഇനിയിപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അമ്മമ്മേൻ്റെ അടുത്താണ് 2 ശിങ്കിടികളെയും നമ്മൾ നിർത്തിയിട്ട് പോകുന്നത്. അവരൊന്നുകിൽ വീട് മറിച്ചിടും ഗൈസ്, അല്ലെങ്കിൽ അമ്മമ്മ അവരെ ഒതുക്കും. എന്താവും എന്നുള്ളത് തിരിച്ച് വന്നിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്നാണെങ്കിൽ കട്ട പോകുന്ന ദിവസം കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് പോകാനും പറ്റിയില്ല. കാരണം ഇന്നലെ ഞങ്ങൾ പോയി വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും പോണ ദിവസം പോകാൻ പറ്റിയില്ല. ബിക്കോസ് ഇന്നാണ് ഡോക്ടർ OP, ഇന്നാണ് അനസ്തേഷ്യൻ്റെ ഡോക്ടർ ഉള്ളത്. നമുക്കിതൊന്നും ഒരു തരത്തിലും സ്കിപ്പാകാൻ പറ്റില്ല. പിന്നെ നമുക്ക് ദിവസങ്ങളില്ല സിസേറിയന് വേണ്ടിയിട്ട്, അതുകൊണ്ട് വരേണ്ടി വന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വുമൺ ആൻഡ് ചൈൽഡ് അവിടെയാണ് നമ്മൾ OP കാണിക്കുന്നത്. ഞാൻ തുമ്മീനൊക്കെ പ്രസവിച്ചത് ഇവിടെ നിന്നാണ്. ബട്ട് ഇത്തവണത്തെ ഡെലിവറി നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി പുതിയ ബ്ലോക്കിലാണ്. അവിടെ കുറച്ചുകൂടെ സെറ്റപ്പാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ അവിടേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ അവിടെ ഇറക്കി തന്നിട്ട് ഏട്ടൻ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ OP ഷീറ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ ഡോക്ടർ OPൻ്റെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറയുക നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമുക്ക് OPയിൽ അധിക ടൈം പോസ്റ്റ് ആവേണ്ടി വന്നില്ല കേട്ടോ. ഡോക്ടറെ വേഗം കാണിക്കാൻ പറ്റി. ഡോക്ടർ ടെസ്റ്റിനൊക്കെ എഴുതി തന്നു. ടെസ്റ്റിനുള്ള സാമ്പിൾ ലാബിൽ കൊടുത്തിട്ട് നമ്മൾ ക്യാൻറ്റീനിൽ വന്നു കേട്ടോ. നമ്മൾ വലിയ കോളിൽ കോഫി ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് അവിടുത്തെ കോഫി ഇഷ്ടമായില്ല ഗൈസ്. മെഷീൻ കോഫി അല്ലായിരുന്നു. മെഷീൻ കോഫിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമുക്ക് മധുരം പറ്റില്ലല്ലോ, ഷുഗർ അല്ലേ, അതുകൊണ്ട് മെഷീൻ കോഫി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വാരി വലിച്ച് എന്തൊക്കെയോ തിന്നുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല വിശന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഓരോ ടൈമിലും എടുക്കുന്ന ഫുഡ് മിനിമൽ ഫുഡായിട്ടാണ് എടുക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഷുഗറിന് അതായത് നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ അവിടെ സാമ്പിൾ കൊടുത്തതിന് ശേഷം നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് വന്നു. കാരണം നമുക്ക് റൂമൊക്കെ ഒന്ന് നോക്കാണ്ട് നമ്മൾ പാക്കേജാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അവിടുത്തെ 4 days പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ സംഭവം ഒക്കെ ഒന്ന് കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. കാരണം റിസൾട്ട് കിട്ടാൻ 2 മണിക്കൂറാവുമായിരുന്നു കേട്ടോ. 2-2.5 മണിക്കൂറാവും. അങ്ങനെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണിത്. കുറേ നേരം അട്ടം നോക്കി, കുറേ നേരം കെട്ടിയെ നോക്കി, കുറേ നേരം അമ്മേനെ നോക്കി, പിന്നെ നാട്ടുകാരെ നോക്കി. ഞാൻ അങ്ങനെ സമയം കളഞ്ഞു. കുറച്ചധികം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി. പിന്നെ ഞങ്ങൾ ഇതാ റിസൾട്ട് വാങ്ങിക്കണം എന്നുള്ള പോക്കാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്ന് കയറി. വേറൊന്നുമല്ല, റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ആ സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഫുഡിന് ടൈമോ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. പക്ഷേ അവിടെയും എനിക്ക് ഒരു ഫുൾ ഫുഡ്, അതായത് ഒരു ബിരിയാണി ആണെങ്കിൽ ഒരു ബിരിയാണി, അല്ലെങ്കിൽ ഒരു മീൽസ് ആണെങ്കിൽ ഒരു മീൽസ്, അത്ര കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആകെ 2 ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത്. കാരണം അത്രയും കഴിക്കാനുള്ള ആവതില്ലായിരുന്നു. പക്ഷേ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി റിസൾട്ട് വാങ്ങിച്ചു. ഇവിടെ നിന്നാണ് തുമ്പിമോളെ ഞാൻ പ്രസവിച്ച് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ പോയി അനസ്തേഷ്യൻ്റെ ഡോക്ടറെ കണ്ടു. അവിടെ നിന്നുള്ള വൈറ്റൽസും സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചുകൂടെ ടെസ്റ്റുകൾ എഴുതി തന്നിട്ടാണ്. അത് ചെയ്തിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ അവിടുന്ന് അനസ്തേഷ്യൻ്റെ ഡോക്ടർ എഴുതി
പറഞ്ഞ സാധനം കൊണ്ട് OP-യിലേക്ക് തന്നെ വന്നു. ഇനി ഡോക്ടറെ കാണണം. അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വീണ്ടും പോസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് നേരം ദിദിനെ തന്നെ നോക്കി തന്നു. അല്ലാതെ ഞാൻ വേറെ ആരെ നോക്കാനാ? ഞാൻ നോക്കുമ്പോൾ അമ്മ ഉണ്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അമ്മയ്ക്ക് എന്തായിട്ട് അങ്ങോട്ട് എയിം ആവുന്നില്ല ഉറക്കം. പിന്നെ കുറേ നേരം ഞങ്ങൾ കുട്ടിയുടെ പേരിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷനായിരുന്നു. ഞാൻ അമ്മ പറയുന്ന പേരൊക്കെ കേട്ട് ചിരിച്ച് മറിഞ്ഞു മക്കളെ. അമ്മ ഏടെ നോക്കി അത് എടുത്തുകൊണ്ട് വരുന്നത്. അമ്മ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഈ പേരിട്ടാലോ ആ പേരിട്ടാലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായ പേരുകളൊക്കെ പറഞ്ഞു. ഞാൻ അമ്മ എങ്ങനെയൊക്കെ സാധിക്കുന്നവരുടെ ഞങ്ങൾ രണ്ടാളും കൂടെ കുത്തുന്നിട്ട് കുറേ നേരം അതൊക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കപ്പാസിറ്റി പോയി മക്കളെ. ഞാൻ ഫുള്ള് സൈഡായിപ്പോയി. എനിക്ക് തീരെ വയ്യാണ്ടായി. എൻ്റെ പൾസ് റേറ്റൊക്കെ കൂടി ഫുൾ സൈഡായി സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കുറേ കാര്യം മരുന്ന് വാങ്ങലും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൈഡായി എന്ന് പറഞ്ഞാൽ മതി. അത്രയ്ക്കും തീരെ വയ്യായിരുന്നു. ഇന്നത്തെ ദിവസം ഒരൊന്നര ദിവസമായിരുന്നു. രാവിലെ പോയി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ച് കയറി വന്ന് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒന്നൊന്നര ദിവസമായിരുന്നു. തുമ്പി നിനക്കറിയോ അമ്മ എന്തൊക്കെ സഹിച്ചു ഇന്ന്? നിന്റെ വാവ എന്നാ വരിക പറഞ്ഞു കൊടുക്ക്. നിങ്ങളെ വാവ എന്നാ വരിക? 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അല്ലുവിന്റെ തുമ്പിനി വാവ വരികയാണ് ഗൈസ്. 2 ദിവസം. ഓ 2 days. സന്തോഷായോ? 2 days കഴിഞ്ഞാൽ അല്ലുവിന്റെ തുമ്പിനി വാവ വരും. അപ്പൊ തുമ്പി എന്താക്കും? മോൾ അച്ഛനോട് പറഞ്ഞിട്ടൊരു സെക്യൂരിറ്റി ഗാർഡിനെയും കൂടെ നിർത്തണം കുട്ടീനെ നോക്കാൻ. നിങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷിക്കണ്ടേ? ഞാന് കുട്ടി എണീറ്റാല് കുട്ടീനെ നോക്കെടുത്തിട്ട്. ചുരുക്കി പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? പിന്നെ ഞാൻ കുളിപ്പിച്ചു. അയ്യോ ഞാനും കുളിപ്പിച്ചു. മോനെ കുട്ടി കുറച്ച് വലുതായിട്ട് തുമ്പീന്റെ അത്രയൊക്കെ ആവുമ്പോ ഈ കുളിപ്പിച്ചോ? കുഞ്ഞു വാവ എടുത്ത് കുളിപ്പിക്കൊന്നും ചെയ്യരുത്. നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ. ഞാനതിന് വലുതായില്ലേ? നീ വലുതായിട്ടല്ല, കുഞ്ഞാവ വലുതായി തുമ്പീന്റെ അത്രയൊക്കെ വലിയ കുട്ടി ആവണം അല്ലേ? തുമ്പീനെ പോലെ ചേച്ചി ആവണം. പക്ഷെ തുമ്പി എങ്ങനെ വാങ്ങാന്ന് നിങ്ങൾക്കറിയോ? ബേബീനെ നിങ്ങൾക്ക് തരുമ്പോ തുമ്പി എങ്ങനെ വാങ്ങാൻ കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ വാങ്ങും. അല്ലൂസ് എങ്ങനെ വാങ്ങാ? അത് ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യും തുമ്പി? എന്നിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? നഖം കടിക്കരുത്. എടുത്തിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ എടുത്തിട്ട് മുഖത്തിന്റെ നെറ്റീമിന് കയ്യിലും കാലിലും അല്ല നെറ്റീമിന് കയ്യിലും പിന്നെ നെറ്റിലും ഞാന് വെക്കേ. ഞാൻ നെറ്റീമില് ഉമ്മ കൊടുക്കും, പിന്നെ കാലിലും ഉമ്മ കൊടുക്കും, പിന്നെ കയ്യിലും. ഓക്കെ, ഭയങ്കര പ്ലാനിങ് ആണ്. നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി നല്ല ദിവസം തുമ്പി വാവേനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈ ഗോഡ്, അന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാ ഞങ്ങള് ആണ്. ഞാൻ ജീൻസ് ഇടും. അല്ലു തുമ്പിയോ? ക്യാമറ എനിക്കൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു. എന്തിനീ? സ്റ്റാൻഡും പിന്നെ ഫോണും വാങ്ങിച്ചു. എന്തിനീ? മേക്കപ്പ് ചെയ്യാൻ. അമ്മ ചെയ്യുന്ന പോലെ ചെയ്യാനോ? ഒരു സ്റ്റാൻഡും ഒരു ഫോണും ഒക്കെ വാങ്ങിക്കൊടുക്കണം ഗൈസ്, ഒക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വാങ്ങിത്തരാം. അച്ഛനോട് പറയാ കേട്ടോ. നന്നായി. അമ്മന്റെ ഫോണിലുണ്ടതല്ലേ ഒരു കുട്ടി മേക്കപ്പ് അതുപോലെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം അതൊക്കെയാണ്. അത് അവരുടെ എന്റെ കണ്ണിന്റെ ചോടൊക്കെ നോക്കിയോട്ടെ. അവരുടെ രണ്ടുപേരുടെയും കുറെ അല്ലേ ആഗ്രഹങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ നിന്നൊരവസ്ഥ. ഞാൻ വന്നിട്ട് സത്യം പറയണെങ്കിൽ ഞാൻ വിചാരിച്ചത് വന്നപാട് എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചു. ഫുൾ സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എനിക്ക് തല കറങ്ങിൻ്റെ പൾസ് റേറ്റൊക്കെ ഹൈ ആയിരുന്നു. ഫുള്ള് സീനായിരുന്നു ഇന്നത്തെ ദിവസം. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പം അത് വേറെ മൊത്തത്തിൽ വല്ലാത്തൊരു ദിവസമായിരുന്നു. കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ അനസ്തേഷ്യൻ്റെ അവിടെ പോയിട്ട് അവിടെ ഒരു
അനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതായത് വൈറ്റൽസും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റും ഒക്കെ കൂടെ നോക്കിയിട്ട് ഇനിയും കുറച്ച് ടെസ്റ്റുകൾ എഴുതി തന്നിട്ടുണ്ട് സിസേറിയന് മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെന്നാ 24th നമ്മൾ അഡ്മിറ്റ് ആവും, 25th നമ്മൾ CS ചെയ്യും. നമ്മുടെ റൂമൊക്കെ ഒന്ന് പോയി നോക്കി. 25 ഓ ഷോ ഓന്റെ നെഞ്ചില് തീയാണ്. ഇതൊക്കെ എവിടുന്നാണ് എനിക്ക് കിട്ടണത്? നിനക്കോ തുമ്പി? എന്തേ നെഞ്ച് പൊളിഞ്ഞു പോന്നു ഗൈസ്. ഓക്ക് നെഞ്ചില് തീ, ഓക്ക് നെഞ്ച് പൊളിഞ്ഞു പോന്നു. അമ്മ ബേബീനെ വയറ്റിന്ന് എടുക്കുമ്പോ അല്ലേ? ടെൻഷൻ കൊണ്ടാണോ? ആണോ? ഓ എന്താണ്? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ റൂമൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തു. KMCTന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാട്ടോ നമ്മള് അഡ്മിഷനൊക്കെ എടുത്തിരിക്കുന്നത്. അവിടെ കുറച്ചുകൂടെ ഒരു ഫെസിലിറ്റീസ് ഒക്കെ കൂടുതലാണ്. രണ്ടാളും ബൈ ദ ബൈ ബൈ. അത് വിളിക്കാം. രഹസ്യമാണ് ഗൈസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി റൂമൊക്കെ ഒന്ന് കണ്ടു. ഒക്കെ കുഴപ്പമില്ല, സെറ്റാണ്. വാതിലടയ്ക്കണേ. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്ന് മെയിൻ ആയിട്ട്. പിന്നെ ഇടയ്ക്ക് ഉച്ച സമയമാകുമ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരു 2 hour കഴിയേണ്ടി വന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ വൈകുന്നേരമായി ഇവിടെ എത്തുമ്പോൾ ഞാൻ ശരിക്കും സൈഡായി. ഇനി അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ട്. സോ ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുകയും വേണം. ബിക്കോസ് ഇത് സിസേറിയൻ ആണെന്നും നമ്മൾ പ്രസവം നിർത്തുകയാണെന്നും എനിക്കും തുമ്പി വെച്ചുണ്ടാക്കല്ലേ, എനിക്കും എൻ്റെ കെട്ടിയവനും ഡോക്ടർക്കും പിന്നെ നിങ്ങൾക്കൊക്കെ അല്ലേ അറിയൂ. കുഞ്ഞാവയ്ക്ക് അറിയില്ലല്ലോ. അതിനായിട്ട് ഇറങ്ങി വരണം തോന്നിയിട്ടുണ്ടെങ്കിലോ. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോൾ പേടിയാണ്. ദൈവമേ, ഈ വേദന ആ വേദനയൊക്കെ കൂടെ സഹിക്കേണ്ടി വരുമെന്ന്. വാതിലടക്കി മോനെ. വേണ്ട തുമ്പി അവിടെ നിന്നോട്ടെ. വാതിലടക്കി. അവന്റെ കൈ കൊടുക്കല്ലേ. ഇങ്ങനെയാണ് ഇവിടുത്തെ വീഡിയോ എടുപ്പ്. അവിടെ ആകുമ്പോൾ എനിക്ക് സുഖമാണ്. റൂമിൽ കയറി വാതിലടച്ച കാര്യം കഴിഞ്ഞ്. ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഒറ്റ നിലയാണല്ലോ. സോ കുറച്ച് പണി വേണം. വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പം പിന്നാമ്പുറത്ത് തുമ്പിയുടെയും അല്ലുവിൻ്റെയും അമ്മേൻ്റെയും ഒക്കെ വർത്തമാനങ്ങൾ കേൾക്കണം. അപ്പം അറ്റ് എ ടൈം 4-5 ആൾക്കാർ വോയിസ് ഓവർ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അയ്യോ, എവിടെയായിരുന്നു? എനിക്കെന്നെ മറന്നു. ഇപ്പം മൊത്തം കിളി പോയ അവസ്ഥയാണ്, വേദന. അപ്പം ബേബി ഇറങ്ങി വന്നിട്ടുമുണ്ട്. അത്യാവശ്യം ഹെഡ് ഇപ്പോൾ സെഫാലിക് പൊസിഷനിലാണുള്ളത്. തല താഴോട്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. രാത്രിക്ക് അത്യാവശ്യം നല്ല പെയിനൊക്കെ ഉണ്ട്. ഇപ്പം പെയിൻ വരാണ്ടിരിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. പെയിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ വാട്ടർ ബ്രേക്കോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. 24 അഡ്മിറ്റ് ആവുന്ന രീതിയിൽ തന്നെ ആവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുക. കുറേ ബ്ലഡൊക്കെ അവർ ഊറ്റി എടുത്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യട്ടെ ഞാൻ വേഗം. പിന്നെ അതൊക്കെ തന്നെ. അപ്പം ഇന്ന് കുറേ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു സൈഡായി. കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സ് 2 പേരുണ്ടായിരുന്നല്ലോ, വൈശാഖേട്ടനും അമ്മയും. എല്ലാവരും സൈഡായി. അവരെക്കാൾ കൂടുതൽ ഞാനും സൈഡായി എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് വേദന വന്ന് ഞാൻ കരയൊക്കെ ചെയ്തു ഗൈസ്. അങ്ങനെ ഞാൻ കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഹയ്യേന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഒരു സബ്സ്ക്രൈബർ അതിലെപ്പെട്ട് ഹായ് ചേച്ചിന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഹായ്. പിന്നെ ഓരോ പോയപ്പോൾ ഞാൻ അയ്യോ ഇങ്ങനെ ഇരിക്കുന്നു. അമ്മയും ഏട്ടനൊക്കെ ചിരിയാ. കാരണം നമ്മൾ വേദന വരെ പുറത്തുനിന്ന് ആരും കാണുമെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അത്രയും വേദന എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവള് തന്നു ഹായ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഹായ് ഒക്കെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഞാൻ അമ്മേ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടോ. ഒന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ ഞാൻ അറിയിക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പേരൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് പോന്നോട്ടെ. പെൺകുട്ടിയാണെങ്കിൽ ഞാൻ മനസ്സിലൊരു പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ അമ്മച്ചിയാണെങ്കിൽ എനിക്ക് ഒറ്റ പേര് പോലും എൻ്റെ മനസ്സിലങ്ങോട്ട് കൺഫേം ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരുകൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ അങ്ങോട്ട് ഇട്ടോളൂ. ഏത് ബേബി ആണെങ്കിലും ആരോഗ്യത്തോടു കൂടി വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എനിക്കും അതുതന്നെയാണ്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ടെൻഷൻ ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഡേറ്റ് എടുക്കും തോറും എന്തോ ഒരു ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇന്ന്